my dear students, ചെല്ലയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് അറിയാമോ? ടോപ്പിക്സ് നിങ്ങൾ കണ്ടു, ഇന്റഗ്രൽസ്. +2 ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മാത്സിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് അല്ലേ. ടഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല, മാക്സിമം ഒരു 90% കുട്ടികളും പറയുന്നത് ഇന്റഗ്രൽസ് പാടാണ് മിസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ ഒന്ന് സോർട്ട് ചെയ്ത് പഠിക്കാം. പാടാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു വലിയ ചാപ്റ്ററാണ് അത് അല്ലേ. എത്രത്തോളം ഇക്വേഷൻസ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്റഗ്രൽസ് നമുക്ക് പഠിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് നോട്ട്ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും ഇനിയുള്ള ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ആണ് നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ അവോയ്ഡ് ചെയ്ത് ഞാൻ ഇനി എക്സാമിന് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഈ ടോപ്പിക്ക് സെറ്റ് ആകണം. എക്സാമിന് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ആ ഒരു ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഇന്ന് നിങ്ങൾക്ക് തരാനായിട്ട് മിസ് പോകുന്നത്. അപ്പോൾ മിസ് ഇന്നത്തെ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിൽ എന്തെല്ലാം ഇക്വേഷൻസ് ആണോ വരുന്നത് ഫുൾ ഇക്വേഷൻസും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോട്ട്ബുക്കും പേനയായിട്ട് ഇരിക്കുക. ഓരോ ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻസ് ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണം, ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇക്വേഷൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻസ് ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ഇക്വേഷൻസ് ഉണ്ട്. എങ്കിൽ പോലും ഇക്വേഷൻസ് ഒന്നും ഞാൻ അവോയ്ഡ് ചെയ്യുന്നില്ല. ഫുൾ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇവിടെ തരാണ്. അതിൽ സോർട്ട് ചെയ്ത് എക്സാമിന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഇൻ്റഗ്രൽസ് സെറ്റാക്കി എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ച് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ ആണല്ലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാ നോക്കി മക്കളെ, മെയിൻ ആയിട്ടും നമ്മൾ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഇക്വേഷൻസ് വെച്ചിട്ടാണ്? ഇന്റഗ്രൽ x⁻n dx ആണ് അല്ലെ. x⁻n എന്നതിൻ്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x⁻n+1/n+1 ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ x² ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് x³ 3 ആണ്. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പവർ അവിടെ 2 ആണ് അല്ലെ. 2ൽ നിന്നും നമ്മൾ ജസ്റ്റ് 1 അഡീഷൻ ചെയ്യുക. ആ കിട്ടിയിരിക്കുന്ന പവർ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊണ്ടുപോവുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ ഒന്നും കൂടെ പറയുന്നത്. ഏകദേശം എല്ലാവർക്കും അറിയാമെന്നാണ് വിശ്വസിക്കുന്നത്, എന്നാലും ഒന്നുകൂടെ പറയാണ് കേട്ടോ. അപ്പോൾ x⁻n ആണ് ബേസ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ. എല്ലാവർക്കും അത് ക്ലിയർ ആണോ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ x⁻n dx എന്ന് പറയുന്നത് x⁻n+1/n+1. ഫസ്റ്റ് ഇക്വേഷൻ സെറ്റ് ആണോ? ഓക്കെ അല്ലേ? ശരി. ഇനി ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ മിസ് ഓരോ ഇക്വേഷൻസ് ഇവിടെ പറയുമ്പോഴും എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓരോ ഇക്വേഷൻസ് ഞാൻ പറയുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് എൻ്റെ കൂടെ പറയുക. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ മുന്നേ ഉള്ള ഒരു പോർഷൻസ് പഠിച്ചിട്ടില്ല, ഇൻ്റഗ്രേഷൻ പാടാണ്, ഇതുവരെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ പോലും ഇല്ല എന്നൊന്നും ആരും പറയണ്ട. ഫ്രഷ് ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനിരിക്കുന്ന പോലെ വേണം നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ പറഞ്ഞ് തന്നെ പഠിച്ചു പോവുക. നമുക്ക് എന്നിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇന്റഗ്രൽ dx എന്താണ്? x ആണ്. അടുത്ത നോക്കിയ മക്കളെ, cos x-ന്റെ ഇന്റഗ്രേഷൻ sin x ആണ്. cos x-ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? sin x. sin x-ന്റെ ആണെന്നുണ്ടെങ്കിൽ മൈനസ് cos x. sin x-ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് cos x. അപ്പൊ അത് രണ്ടും ഒന്ന് പറഞ്ഞാലോ? cos x sin x, sin x മൈനസ് cos x. സെറ്റ് അല്ലേ? ആ രണ്ട് ഇക്വേഷൻസ് സെറ്റ് അല്ലേ? ശരി, അടുത്തതാ നോക്കിക്കോ. sec²x-ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് tan x ആണ്. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചെയ്തേ പറ്റുള്ളൂ. ഈ ഇക്വേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, sec²x-ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? പറഞ്ഞേ, tan x ആണ്. sec²x-ന്റെ ഇന്റഗ്രേഷൻ tan x. എൻ്റെ കൂടെ തന്നെ പറയണേ. അടുത്ത് നോക്കിയോ, cosec²x. cosec² വരികയാണെങ്കിൽ ആൻസർ എന്താ മക്കളെ? മൈനസ് cot x ആണ്. ഇന്റഗ്രൽ cosec² എന്ന് പറയുന്നത് മൈനസ് cot x ആണ്. അടുത്തത് ഇന്റഗ്രൽ sec x tan x. sec x tan x അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? sec x ആണ്. ഇത് നോക്കിക്കേ, sec² ആകുമ്പോൾ tan x,
സീക്ക് എക്സ് ടാൻ എക്സ് ആകുമ്പോൾ സീക്ക് എക്സ്, അത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചോണേ. അപ്പൊ സീക്ക് സ്ക്വയർ ടാൻ എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ സീക്ക് എക്സ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഈ ഒരു റോയിലുള്ള ഈ ഒരു കോളത്തിലുള്ള ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് സെറ്റ് ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഇത്രയും പറഞ്ഞ ശേഷം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പോസ് ചെയ്തിട്ട് അത്രയും ഇക്വേഷൻസ് ഒന്ന് നോക്കുക, സ്വയം ഒന്ന് കണ്ണടച്ച് അത്രയും ഇക്വേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കുക. ഓക്കെ ഓക്കെ. ഇനി അടുത്തതാ നോക്കിക്കോ. കൊസീക് എക്സ് കോട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് കൊസീക് എക്സ് ആണ്. കൊസീക് എക്സ് കോട്ടെക്സ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്താണ്? മൈനസ് കൊസീക് എക്സ് ആണ്. ഇന്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ്ടേ ഇത് രണ്ടിനും ക്വസ്റ്റ്യൻ സെയിം ആണ്. 1/√1 മൈനസ് എക്സ് സ്ക്വയറിന് ഒന്നെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അടുത്ത നോക്കിക്കേ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസിന് അത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കേണ്ട ഇക്വേഷൻ ആണ്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആൻസർ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അടുത്ത നോക്കിയേ, ഇ റേസ് ടു എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു എക്സിന്റെ ഡിഫറൻഷ്യൽ ആണെങ്കിലും ഇന്റഗ്രേഷൻ ആണെങ്കിലും ആൻസർ ഇ റേസ് ടു എക്സ് തന്നെയാണ്. എക്സിന് കോഎഫിഷ്യന്റ് വന്നാൽ മാത്രമാണ് അവിടെ ഡിഫറൻസ് വരിക. ഓക്കെ, ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അടുത്ത നോക്കിയേ, 1/x ആണെങ്കിൽ log x ആണ്. 1/x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? log x. log x ആണെങ്കിൽ 1/x. ഓക്കെ, then a raised to x, ഇത് ഇമ്പോർട്ടന്റ് ആണ്. a raised to x, a raised to x ആണെങ്കിൽ a raised to x എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ log a. ഓക്കെ, a raised to x ആണെന്നുണ്ടെങ്കിൽ a raised to x ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എടുത്തെഴുതുന്നു, ഡിവൈഡഡ് ബൈ ലോഗ് ബേസ് എഴുതണം കേട്ടോ. അപ്പൊ ലോഗ് എ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും ഇക്വേഷൻസ് ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും ഒന്ന് പോസ് ചെയ്യുക, ഇത്രയും ഇക്വേഷൻസ് ഒന്ന് നിങ്ങൾ നോക്കുക, പെട്ടെന്ന് തന്നെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിട്ട് തനിയെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെ പഠിച്ച് പോയാൽ മതി. ഏകദേശം ഒരു 4 സ്ലൈഡോളം ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ½ an hour മാത്രം മതി നിങ്ങൾ വിചാരിച്ചാൽ. ഓക്കെ, അപ്പൊ ഇത്രയും ഇക്വേഷൻസ് പഠിക്കുക, മ്യൂട്ട് ചെയ്തതിന് ശേഷം ഒന്ന് എഴുതി നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത സ്ലൈഡ് ഞാൻ പറയുന്നത് കേൾക്കാവൂ കേട്ടോ. ഓക്കെ, അടുത്തതാ നോക്കിക്കോ. ഇനി ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് ആണ്. ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് സീക്ക് എക്സ് ആണ്. കോട്ട് എക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ലോഗ് സൈൻ എക്സ്. കോട്ട് എക്സ് ലോഗ് സൈൻ എക്സ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിലൊന്നും വരുന്നില്ല, റയറായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇതിന്റെ ഒരു ഇക്വേഷൻ ഉള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട് കേട്ടോ. അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടൻറ്റ് ഒന്നുമല്ല. അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് സീക്ക് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. ഇന്റഗ്രൽ സീക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ് ആണ്. കൊസീക്ക് എക്സ് വരുമ്പോൾ ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട്. കൊസീക്ക് എക്സ് വന്നാൽ കൊസീക്ക് എക്സ് ഇപ്പുറത്ത് തന്നെ ഉണ്ടാവും. മറ്റേ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസിനകത്ത് നമ്മൾ കൊസീക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊസീക്കിന്റെ ആൻസർ എന്താണ്? ലോഗ് കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ആണ്. ഇതാണ്ട് ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ എക്സാമിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ഇന്റഗ്രൽ 1/a² മൈനസ് എക്സ് സ്ക്വയർ. ഇന്റഗ്രൽ 1/a² മൈനസ് എക്സ് സ്ക്വയർ. എന്റെ കൂടെ തന്നെ പറയണേ, 1/a² മൈനസ് എക്സ് സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 1/2a. a² മൈനസ് ബി സ്ക്വയർ എന്താണ്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പോ a പ്ലസ് എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എ മൈനസ് എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് ഒന്ന് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചിരുന്നാൽ മതി. a² മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പൊ ആ രണ്ട് ടേം ഇവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ a² മൈനസ് എക്സ് സ്ക്വയർ, 1/a² മൈനസ് എക്സ് സ്ക്വയർ എന്താണ് ആൻസർ? 1/2a ലോഗ് a പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, x² പ്ലസ് a². x² പ്ലസ് a². നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1/1 പ്ലസ് x² ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? 1/1
1 പ്ലസ് എക്സ് സ്ക്വയർ വന്നപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ നമുക്ക് ആ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രമായി പോയത്. കാരണം ഇവിടെയും 1 വരും, ഇവിടെയും 1 വരും. അപ്പൊ ആൻസർ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് എക്സ്. ആ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്താണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്താണ്? 1/a tan inverse ex by a plus c. ഓക്കെ, ഇനി 1/√x square minus a square എന്താണ്? റൂട്ട് വന്നു. ഓക്കെ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. സോ ആൻസർ ലോഗ് ഓഫ് ഈ തന്നിരിക്കുന്ന എക്സ് പ്ലസ് എന്ന് അതേപോലെ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ എന്താണോ വന്നിരിക്കുന്നത് അത് തന്നെ ഇവിടെ എഴുതുക. ഓക്കെ, സോ 1/√x square minus a square ആൻസർ എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്ലൈഡ് ഫുള്ള് ക്ലിയർ ചെയ്യുക. അടുത്ത സ്ലൈഡ് പഠിപ്പിച്ചു കഴിഞ്ഞു. അത് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ നോക്കിയതിന് ശേഷം ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പേപ്പറിനകത്തോട്ട് തനിയെ എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽസ് എളുപ്പമാണ്. ഇക്വേഷൻസ് കുറേ ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തലയിൽ ഫിക്സ് ആകുന്നില്ല, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകുന്നു, അങ്ങനെയുള്ള പ്രോബ്ലംസേ ഉള്ളൂ ഇൻ്റഗ്രൽസിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽസ് സിമ്പിൾ ആണ്. ഓക്കെ, അത്രയും മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 6 to 7 മാർക്സ് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിട്ട്. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. നോക്കിയോ, 1/√x square minus a square. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. നേരത്തെ നമ്മൾ പഠിച്ചത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അത് വന്നപ്പോൾ ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയിരുന്നു വന്നത്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ വന്നപ്പോൾ ആ ടേം വന്നു. ബാക്കിയുള്ളത് ഒന്നും ഡിഫറൻസ് ഇല്ല കേട്ടോ. നേരത്തെ ഇക്വേഷൻ തന്നെയാണ്. മൈനസ് വന്നപ്പോൾ ഇവിടെ മൈനസ് വന്നു. നേരത്തെ ക്വസ്റ്റിനകത്ത് പ്ലസ് ആണ്, അപ്പോൾ അവിടെ പ്ലസ് വന്നു. ആ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്തത് നോക്കിക്കോ. 1/√a square minus x square ആണെന്നുണ്ടെങ്കിൽ ആൻസർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്താ മക്കളെ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അടുത്ത് വരുമ്പോഴത്തേക്കും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് തന്നെ എടുത്ത് എഴുതുക. ഓക്കെ, ശരി, അടുത്ത് നോക്കിക്കോ. ഇത് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ആണ്. അത് ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നോക്കിയോ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് ആൻസർ എന്താണ്? x/2. കുറച്ച് ലെങ്തി ആണ്, തെറ്റാൻ ചാൻസ് ഉണ്ട്, പഠിച്ചു വെക്കുക. x/2 ഇൻറ്റു റൂട്ട് ഓഫ് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. കണ്ടല്ലോ, ഈ ഒരു ടേം ക്വസ്റ്റ്യൻ തന്നെയാണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ, x/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2 ലോഗ് മോഡുലസ് എക്സ് പ്ലസ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ശരി, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഇവിടെ ബോൾഡ് ലെറ്റേഴ്സിൽ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഒരുപാട് തവണ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ബൈ ഹാർട്ട് ചെയ്തോണേ. നോക്കിക്കോ, ഇന്റഗ്രൽ e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കാണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്ന് നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്ലസ് ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് നെക്സ്റ്റ് ടേം എങ്കിൽ ആൻസർ എന്തായിരിക്കും? e⁻x ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാം. ഇൻ്റഗ്രൽ കഴിഞ്ഞിട്ട് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. e⁻x ഇൻറ്റു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഈ ഇക്വേഷൻ ആണ് അതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം ഫസ്റ്റ് ടേം എന്താണ്, ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് ആണോ സെക്കൻഡ് ടേം എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബി e⁻x ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. 1 മാർക്കാണ് കിട്ടുന്നത്. കണ്ണും പൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ അതിനകത്ത് തന്നെ ഉണ്ട്, അതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, ഈ ഒരു ഐഡന്റിറ്റി അറിഞ്ഞാൽ അല്ലെങ്കിൽ ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കിയോ, ഇത് നമുക്ക് പ്രോഡക്റ്റ് റൂൾ ആണ്. ഡിഫറൻഷ്യൽ ഡെറിവേറ്റീവ്സിനകത്ത് നമ്മൾ പ്രോഡക്റ്റ് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്റഗ്രൽസിനകത്തും പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. അത് നോക്കിക്കേ, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പ്രോഡക്റ്റ് റൂൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കിയോ, പ്രോഡക്റ്റ് റൂൾ പഠിക്കാം. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ്.
ഇതില് ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടേം ഇവിടെ എന്താ മക്കളെ? എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് നമ്മൾ ഫസ്റ്റ് ടേം ആയിട്ട് കൊടുക്കാം. എഫ് ഓഫ് എക്സ് എഴുതിയല്ലോ, ഇൻറ്റു ഇന്റഗ്രൽ സെക്കൻഡ് ടേം. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ആ ഒരു ടേം നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് കിട്ടിയോ? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വരുന്നത് മൈനസ് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ അങ്ങ് കൊടുക്കുക. ഇന്റഗ്രേഷൻ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ എഫ് ഡാഷ് എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക, എന്നിട്ട് ഇന്റഗ്രലിന്റെ സെക്കൻഡ് ടേമിന് ഇന്റഗ്രേഷൻ എടുക്കുക. ഇതേ ഉള്ളൂ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രലിന്റെ സൈൻ കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ടേമിന്റെ ഇന്റഗ്രേഷൻ. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചോളുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എഴുതാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയാണ് മിസ് ഇത് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ അതാണ് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. 1/x² - a², 1/2a into log f x minus a by, ഇത് നേരത്തെ പറഞ്ഞിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. ഓക്കെ, ദാണ്ട് ഇത് നോക്കി, ഇത് രണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്, അത് കളഞ്ഞേക്കുക. ഇന്റഗ്രൽ റൂട്ട് ഓഫ് a² - x²ന്റെ ആൻസർ എന്താണ്? 1/2x അല്ലെങ്കിൽ x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x². ഇത് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കണ്ടോ, x/2 കൊടുത്തു, x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² plus a²/2 sin inverse x/a, sin inverse x/a. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കേ, ഇത് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്റഗ്രേഷൻ എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് അത്യാവശ്യമാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയോ, ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b f of t dt എന്നാണ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇന്റഗ്രൽ 2 to 3 sin x dx എന്ന് പറയുന്നതും 2 to 3 sin t dt എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതും സൈൻ ടി ഇന്റഗ്രേറ്റ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ അല്ല വരത്തുള്ളൂ. അപ്പൊ ലിമിറ്റ് പോയിന്റ് സെയിം ആയിരിക്കണം. എ മുതൽ ബി വരെ ആ ലിമിറ്റ്, രണ്ടിടത്തെയും ലിമിറ്റ് നമുക്ക് സെയിം അല്ലേ? ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണ്? ഫംഗ്ഷൻ മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് അല്ലേ? എക്സ്, ഇവിടെ ഡി എക്സ് വന്നു, ഇവിടെ ടി ഡി ടി വന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അടുത്തതാ നോക്കിക്കോ, എ മുതൽ ബി വരെയുള്ള ലിമിറ്റ് കൊടുത്തതിന് ശേഷം എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? രണ്ട് സൈഡിലെ ലിമിറ്റ്, നമുക്ക് ലിമിറ്റ് ഇപ്പം 2 to 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? ആൻസർ 0. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ വിൽ ബി ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ക്വസ്റ്റിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ഇക്വേഷൻസ് ഞാൻ ഒന്ന് സ്പെസിഫൈ ചെയ്ത് തന്നെ പറയാം. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കിക്കേ, എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലിമിറ്റ് 2 to 5, 2 മുതൽ 5 വരെയുള്ള ലിമിറ്റ് പോയിന്റ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്താക്കി മാറ്റാം? 2 to 3 and 3 to 5. 2 മുതൽ 3 വരെ ഉള്ളത് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 3 മുതൽ 5 വരെ ഉള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അഡീഷൻ ചെയ്താൽ മതി. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ടു സി ടു സി ടു ബി എന്ന് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഈ ഒരു സ്ലൈഡ് കഴിഞ്ഞു, 3 സ്ലൈഡ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് വേണം അടുത്തതിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അടുത്ത് നോക്കിക്കോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാക്സിമം ഒരു ഏകദേശം എല്ലാ വർഷവും റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഇക്വേഷൻ വെച്ചാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇക്വേഷൻ ശ്രദ്ധിച്ചോ. നമുക്കിവിടെ എ ടു ബി എന്ന ലിമിറ്റ് തന്നിട്ടുണ്ട്, എന്നിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ലിമിറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ.
എഫ് ഓഫ് ആദ്യം നമ്മൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൂടെ അഡീഷൻ ചെയ്യുക. മീൻസ് എ പ്ലസ് ബി മൈനസ് എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന എക്സ്. ക്ലിയർ ആണോ? തിരിച്ച് 0 മുതൽ എ വരെ ആണെങ്കിൽ എന്ത് വരും? 0 പ്ലസ് എ എന്താണ്? എ അല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? എ മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ദാറ്റ് ഫംഗ്ഷൻ. പ്രോബ്ലം ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുക. എന്നാലും ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് കേട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും, ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ അതാണ്ട് ഇത് രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുകയാണ്, അതുകൊണ്ട് ബോക്സ് ഇട്ട് തന്നെ കൊടുത്തേക്കാം. 0 to 2a f of x dx എന്ന് പറയുന്നത് 0 to a f of x dx plus 0 to a f of 2a minus x ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ 0 to 2a ആണെന്നുണ്ടെങ്കിൽ 0 മുതൽ a വരെയുള്ള ലിമിറ്റ് കണ്ടുപിടിക്കുക. പ്ലസ് 0 to a f of അപ്പർ ലിമിറ്റ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 2a ആണ് അല്ലേ? 2a മൈനസ് എക്സ് എന്ന് കൊടുക്കുക. ഇതും റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ, അപ്പോൾ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അടുത്തതാ നോക്കിക്കോ, 0 മുതൽ 2a വരെയുള്ള ലിമിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ലിമിറ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. മീൻസ് 0 to a ആക്കി മാറ്റാം. 0 to 2a 0 മുതൽ a വരെ ആക്കാം. 0 മുതൽ a വരെ ആക്കിയാൽ 2 നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യണം. കണ്ടോ, ജസ്റ്റ് ആ 2 എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇൻഡു ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിച്ചോ, മൈനസ് എ മുതൽ എ വരെ മീൻസ് ലിമിറ്റ് പോയിന്റ്സ് സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഒരെണ്ണം നെഗറ്റീവും അടുത്തത് പോസിറ്റീവും ആയിരിക്കും. അങ്ങനെ വന്നാൽ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു ലിമിറ്റ് 0 to a എന്ന് എഴുതാം. എപ്പോഴാണ് അത് എഴുതുന്നത്? ലിമിറ്റ് അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, ഇഫ് സൈൻ സ്ക്വയർ എക്സ് അങ്ങനെയുള്ള ഈവൻ ഫംഗ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 0 to a f of x dx എന്ന് എഴുതാം. ക്ലിയർ ആണോ? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണേ, അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ മൈനസ് a to a f of x dx എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to a f of x dx എന്ന് എഴുതാം. എപ്പോഴാണ് മക്കളെ? ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലാണ്. ഓക്കെ, ഇനി ഓഡ് ഫംഗ്ഷൻ വന്നാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്നും നോക്കാനില്ല. ഇപ്പം സൈൻ റേസ് ടു 7x, കോസ് റേസ് ടു 5x ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് പോയിന്റ് സെയിം ആണ്, നെഗറ്റീവും പോസിറ്റീവും ആണ് വരുന്നത് എങ്കിൽ ആൻസർ വിൽ ബി 0. അവിടെ നമുക്ക് സ്റ്റെപ്സിന്റെ ആവശ്യമില്ല, ഒറ്റ അടിക്ക് നമുക്ക് 0 എന്ന് എഴുതാനായിട്ട് പറ്റും. തിരിച്ച് ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ 2 ഇൻറ്റു ലിമിറ്റ് 0 to a f of x dx എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആണല്ലോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇത് രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷന്റെ ഒരു ഇത് ബോക്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെയും ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു 5-6 ടൈപ്പ് ഇക്വേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. വലിയ ലെങ്തി ആയിട്ടുള്ള എക്സസൈസ് ആണ് അത്. എങ്കിലും നമുക്കൊന്ന് സോർട്ട് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കോ, നോക്കി മക്കളെ, ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ പി എക്സ് പ്ലസ് ക്യൂ, ന്യൂമറേറ്റർ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമ്മൾ ന്യൂമറേറ്റർ നിങ്ങൾ ഇവിടെ നോക്കിയേ വേണ്ട, ക്വാഡ്രാറ്റിക് ആണോ ലീനിയർ ആണോ എന്നുള്ളതൊന്നും മിസ് ഇവിടെ പറയുന്നില്ല. കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്റർ നോക്കിക്കേ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. എത്ര ടേംസ് ഉണ്ട് മക്കളെ? ഇവിടെ 2 ടേംസ് ആണുള്ളത് അല്ലേ? 2 ടേംസ് ആണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും എന്നറിയാമോ? എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇക്വേഷൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കേട്ടിരുന്നോ, എന്നിട്ട് ഞാനിവിടെ പ്രീവിയസ് ഇയർ ഇവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നോക്കിയോ, 2 ടേംസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തതാ നോക്കിയോ, എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ. ഒരു ടേമിന്റെ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. സ്ക്വയർ വന്നാൽ ആദ്യം നമ്മൾ ആ ബേസ് എടുത്ത് എഴുതണം. ഓക്കെ, ഇതാ നോക്കിക്കോ, എ ബൈ ബേസ്. ബേസ് ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എക്സ് മൈനസ് എ അല്ലേ? അപ്പൊ എക്സ് മൈനസ് എ എന്ന് കൊടുക്കാം. പ്ലസ് ബി ബൈ ആ തന്നിരിക്കുന്ന ടേം അതേപോലെ തന്നെ എടുത്തെഴുതുക. ക്ലിയർ ആണോ? 2 ഇക്വേഷൻസ് ക്ലിയർ ആണോ? ആദ്യത്തേനകത്ത് ഞാൻ പറഞ്ഞു 2 ടേംസ് വന്നാൽ എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം. ഇതിനകത്ത് നമുക്ക് സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിന്റെ ഡിനോമിനേറ്റർ ആ ബേസ് ആയിരിക്കും, പ്ലസ് സെക്കൻഡ് ടേമിന്റെ ഡിനോമിനേറ്റർ ആ ഒരു ടേം അതേപോലെ തന്നെ എടുത്തെഴുതാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിക്കോളും. അടുത്ത നോക്കിയോ,
രണ്ട് ടേം വന്നപ്പോൾ ഇക്വേഷൻസ് എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം അല്ലേ? അപ്പോൾ 3 ടേംസ് വന്നാൽ എന്തായിരിക്കും മക്കളെ? ഡൗട്ട് ഒന്നും വേണ്ട, 2 ടേം ആണ്. അപ്പോൾ 2 വന്നു, 3 3 വരും അല്ലേ? അപ്പോൾ എ ബൈ ഫസ്റ്റ് ടേം, ബി ബൈ സെക്കൻഡ് ടേം, സി ബൈ തേർഡ് ടേം. ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത നോക്കിക്കോ. ഇവിടെ നമ്മൾ എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയർ നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ബേസ് ആദ്യം എടുത്തെഴുതി, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ആ ഒരു ടേം അതേപോലെ തന്നെ എടുത്തെഴുതി. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് 2 ടേംസ് എന്തായാലും വരും. പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് 3ാമത്തെ ടേം ആണ്. ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ 3 വരും. ക്ലിയർ അല്ലേ? എങ്ങനെ 3 വന്നു എന്ന് മനസ്സിലായോ? എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറിന് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ബേസ് എഴുതണം, രണ്ടാമത് ആ ഒരു ടേം തന്നെ എഴുതണം. ഇവിടെ 3ാമത് എക്സ് മൈനസ് ബി എന്നുള്ള ടേം ഉണ്ട്. സോ ദർ ആർ 3 ടേംസ് ഉണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 എടുത്തെഴുതാം. എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം പ്ലസ് സി ബൈ തേർഡ് ടേം. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ നോക്കിക്കോ. ഈ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. പക്ഷെ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ എക്സിന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ബൈ ഫസ്റ്റ് ടേം, ഓക്കെ അല്ലേ, പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് കൊടുക്കുക. ബി എക്സ് പ്ലസ് സി ഡിവൈഡ് ബൈ ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി എക്സ് പ്ലസ് സി ഡിവൈഡഡ് ബൈ ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത്രയും സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? ഈ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാനുള്ള കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 ടേംസ് ആണെന്നുണ്ടെങ്കിൽ എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം. 3 ടേംസ് ആണെന്നുണ്ടെങ്കിൽ എ ബൈ ഫസ്റ്റ് ടേം പ്ലസ് ബി ബൈ സെക്കൻഡ് ടേം പ്ലസ് സി ബൈ തേർഡ് ടേം. അതേപോലെ തന്നെ സ്ക്വയർ വരികയാണെന്നുണ്ടെങ്കിൽ എ ബൈ അതിന്റെ ബേസ് എടുക്കുക പ്ലസ് ബി ബൈ ആ ഒരു സ്ക്വയർ ടേം അതേപോലെ തന്നെ കൊടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് സ്ക്വയർ ഇൻറ്റു ഒരു ടേം കൂടെ വന്നിട്ടുണ്ട്. സ്ക്വയർ വന്നാൽ നമുക്ക് 2 ടേം ഓൾറെഡി അവിടെ ഉണ്ടല്ലോ. 3ാമത്തെ ടേം എക്സ് മൈനസ് ബി ആണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് 3 ടേംസ് ഇവിടെ വരും. ക്ലിയർ അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ ബി എക്സ് പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ വരും. സെറ്റ് ആണോ മക്കളെ? ഈ ഒരു ബോക്സ് സെറ്റ് അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി തന്നെ വെക്കുക. പിൻ ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും ഇക്വേഷൻസ് പിൻ ചെയ്ത് നമ്മൾ പ്രോബ്ലംസ് കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നതും കൂടെ പിൻ ചെയ്ത് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് ഇക്വേഷൻ നോക്കി, അല്ലെങ്കിൽ ഹോളിൽ കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കയറിയാലും നിങ്ങൾക്ക് അത് സെറ്റായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത നോക്കിക്കോ. ഇവിടെ താഴെ 2 ഇക്വേഷൻസ് മിസ് എഴുതിയിട്ടുണ്ട്. cos 2x is equal to 2 cos square x minus 1. എന്തുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസ് അത് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ cos 2x is equal to 2 cos square x minus 1. കോസ്റ്റ് ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്ററിനകത്ത് വരുന്ന കുറേ ഇക്വേഷൻസ് ആണ്. അവിടെ നിങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. സോ cos 2x is equal to cos square x minus 1, sin 3x is equal to 3 sin x minus 4 sin cube x. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത നോക്കാം. അപ്പൊ നമ്മൾ ഇക്വേഷൻസ് ഫുള്ള് സെറ്റ് ആയിരിക്കുകയാണ്. ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ടോ ഫുൾ ഇക്വേഷൻസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഇനി ആ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു ഇക്വേഷൻ പോലും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഫുള്ള് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കോ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, ദെൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡാഷ്. 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഏത് വർഷം ചോദിച്ച ക്വസ്റ്റൻ ആണ്? 2024 ഒരു സേ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം അവിടെ തൊട്ടേ ഇങ്ങനെ ചെയ്തു പോകാം. ഓക്കെ, അപ്പൊ ഇതാ നോക്കിയോ. എഫ് ഓഫ് എക്സ് എക്സ് റേസ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഞാൻ ഇക്വേഷൻ തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു തന്നതായിരുന്നു അതല്ലേ? എന്താണ് ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ എന്നുള്ളത്? എന്താണ് മക്കളെ ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ? ഒന്ന് ഓർത്ത് നോക്കിയിട്ട് പറഞ്ഞേ. യെസ്, എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പൊ ആൻസർ എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇന്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 ഡി എക്സ്. ഇന്റഗ്രേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് ഓരോ ക്വസ്റ്റ്യൻ മിസ് ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ഡിഫറെന്റ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഏരിയ കവറായി ഇവിടെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനകത്ത് ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണേ. അപ്പൊ നോക്കിയാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനായിട്ട് പോകണം. ഇത് നമുക്ക് ചെയ്യാനൊന്നുമില്ല, ഇക്വേഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് കൊടുത്തു. അടുത്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനാണ്. എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 എങ്ങനെയാണെന്ന് നോക്കിക്കേ.
ഓക്കെ, നോക്കിയോ, ഇൻ്റഗ്രൽ എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 ഡി എക്സ് ആണ്. എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 ഡി എക്സ് ആണ്. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് റേസ് ടു 4നെ എക്സ് സ്ക്വയർ എന്നാക്കാൻ പോവുകയാണേ. അത് എന്തിനാണെന്ന് പറഞ്ഞു തരാം. എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 ഇന്റഗ്രേഷൻ നമുക്ക് ഡയറക്റ്റ് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, പെർട്ടിക്കുലർ ടൈപ്സ്, അതേക്കാണ് ട്രിഗ്നോമെട്രിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ടോപ്പിക്കാണ് അത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ അത് ആ ഒരു ടോപ്പിക്ക് മൊത്തം കവറായി കിട്ടിയാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. എങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് പോവുകയാണ്. നോക്കിക്കോ, എക്സ് സ്ക്വയർ അല്ലേ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് സ്ക്വയറിന് ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട് പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണേ. എക്സ് സ്ക്വയറിന് ടി എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തു. രണ്ട് സൈഡും ഞാൻ ഡെറിവേറ്റീവ് ചെയ്യാനായിട്ട് പോവാണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് പറഞ്ഞേ? 2x dx. ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓരോ ടേമിന്റെ ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രേഷൻ ഒക്കെ നമ്മൾ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ ഒരു 10 ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലോട്ട് സെറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കിട്ടിയില്ലേ? ആൻസർ എന്താണ്? 2x dx ആണ്. അപ്പോൾ 2x dx. ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? dt ആണ്. ഓക്കെ, ഇത്രയും കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഇതാണ്ട് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ് ഡി എക്സ് അല്ലേ? എക്സ് ഡി എക്സ് ആണ്. ഈ എക്സ് ഡി എക്സ് ഇതാണ്ട് ഇവിടെ ഉണ്ട് അല്ലേ? എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ നേരത്തെ നമ്മൾ ഈ എക്സ് റേസ് ടു 4 എടുത്തു കഴിഞ്ഞാൽ ആ എക്സ് റേസ് ടു 4ന് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ ടി കൊടുത്താൽ എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4x³ ആണ്. x³ എന്ന് പറഞ്ഞ ടേം അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് എക്സ് റേസ് ടു 4നെ ഒന്ന് മാറ്റി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് മാറ്റിയത്. ക്ലിയർ ആണല്ലോ? എന്തിനാണ് എക്സ് സ്ക്വയർ എന്ന് ആക്കിയതെന്ന് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യനകത്തുള്ള എക്സ് ഡി എക്സ് കിട്ടി. ഇനി ക്വസ്റ്റ്യനകത്ത് എന്തില്ല മക്കളെ? ഇവിടെ താണ്ട 2 കിട്ടിയിട്ടുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ എന്തില്ല? 2 ഇല്ല. ഇല്ല എങ്കിൽ നമുക്കത് ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട റൂള്, ഞാനിവിടെ 2 ഇട്ട് കൊടുത്തു. ഓക്കെ, 1/x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. 2 ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇന്റഗ്രേഷന് പുറത്ത് 1/2 മീൻസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യുക, എങ്കിൽ മാത്രമാണ് അത് ബാലൻസ് ആയിട്ട് പോകത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ തന്നെ നോക്കൂ, 1/2 ഇന്റഗ്രൽ 2x dxന്റെ ആൻസർ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? dt അല്ലെ? അപ്പൊ dt എന്ന് കൊടുക്കുക. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ എന്താണ്? ടി ആണ് അല്ലേ? അപ്പൊ ടി കൊടുത്തു. 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്നായി. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ടി വന്നത് കൊണ്ട് ആൻസർ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് ടി ആയിരിക്കും. അപ്പൊ അതാണ്ട് ആൻസർ പെട്ടെന്ന് കിട്ടിയില്ലേ? 1/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് ടി പ്ലസ് സി. അപ്പൊ അതാ നോക്കിയോ, 1/2 ടാൻ ഇൻവേഴ്സ് ടി എന്താണ്? എക്സ് സ്ക്വയർ ആണ്. ടി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് സി. സോ 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് സ്ക്വയർ പ്ലസ് സി ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യും എന്നുള്ളത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Integrate the following with respect to x. First question, sin inverse x divided by root of 1 minus x square ആണ്. ക്വസ്റ്റ്യന്റെ മാർക്കുകൾ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. 2, 1, 3. അപ്പൊ ഏകദേശം 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ സെക്ഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് by root of 1 minus x square dx.
ഇതാണ് നമ്മുടെ ഇന്റഗ്രേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ന്യൂമറേറ്റർ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, ഡിനോമിനേറ്റർ √(1 - x²) ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1/√(1 - x²) അല്ലേ. അപ്പൊ അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സ് is equal to t എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് എന്താണ്, 1/√(1 - x² dx is equal to dt എന്ന് കിട്ടി. ഈ 1/√(1 - x² dx എന്നുള്ളത് നമുക്കിതാ ഇവിടെ ഇല്ലേ, ഇല്ലേ, സൈൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത് ടി ആണ്. അപ്പൊ ടി എന്ന് കൊടുക്കുക. 1/√(1 - x² dx ന്റെ ആൻസർ എന്താണ്, ഡി ടി ആണ് അല്ലെ. അപ്പോ ഇന്റഗ്രൽ ടി ഡി ടി. ഇന്റഗ്രൽ എക്സിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു x²/2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ടി ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും, t²/2 പ്ലസ് സി ആണ്. ടിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ 1/2 സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ. അപ്പൊ നോക്കിയോ അടുത്ത ക്വസ്റ്റ്യൻ. e⁻x ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ, പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചോ, ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ പറയണം. കാരണം ഞാൻ ഇക്വേഷൻ പഠിപ്പിച്ച സമയത്ത് സ്പെസിഫൈ ചെയ്തൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആദ്യം എടുത്തെഴുതുക ഇൻറ്റു f(x) ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? അപ്പോൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റെപ്സ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സ്റ്റെപ്സ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ സൈൻ എക്സ് ആണ് അല്ലെ. സോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, സൈൻ എക്സ് ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പോ ഇത് f(x) അല്ലേ മക്കളെ, ഇത് f(x), ഇത് f'(x). അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും, ആൻസർ എന്തായിരിക്കും, e⁻x ഇൻറ്റു സൈൻ എക്സ് എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, e⁻x ഇൻറ്റു f(x) ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ഇന്റഗ്രൽ 0 to π/2 sin⁵x/sin⁵x plus cos⁵x dx. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ ലാസ്റ്റ് സ്റ്റെപ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? 0 to a ആണെന്നുണ്ടെങ്കിൽ എക്സിന് മീൻസ് ഇവിടുത്തെ ഫംഗ്ഷൻ എക്സ് ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം എന്നാ മിസ് പറഞ്ഞേ, അപ്പർ ലിമിറ്റ് മൈനസ് ദാറ്റ് ഫംഗ്ഷൻ. അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്ന് ഓർത്ത് നോക്കിയേ. 0 to a f(x) ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്തായിരിക്കും, f(a - x) ആയിരിക്കും. എക്സ് വരുന്ന സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് മൈനസ് ദാറ്റ് എക്സ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടൈപ്പ് കുറെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ മിസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചോളെ. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തോ ആയിക്കോട്ടെ, അതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ ഞാൻ ഇതിനെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് കൊടുത്തു. ക്ലിയർ ആണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ റൂള് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. റൂൾ എന്തായിരുന്നു, 0 to π/2 അതേപോലെ തന്നെ എടുത്തെഴുതുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, sin³ എക്സ് വരുന്നിടത്ത് എന്ത് ചെയ്യണം എന്നാ മിസ് പറഞ്ഞേ, അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് എന്താ, π/2 അല്ലേ. ഇപ്പൊ π/2 മൈനസ് എക്സ് എന്ന് വരും. π/2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ, അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സുകൾക്കും ഇതേപോലെ തന്നെ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും, sin³
π/2 മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് π/2 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 0 to π/2. ട്രിഗ്നോമെട്രി ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചപ്പോൾ സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കോസ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിക്കാത്തവർക്ക് പഠിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇക്വേഷൻസ് ആണ് വരുന്നത് അത് സൈഡിൽ നൊട്ടേറ്റ് ചെയ്ത് വെക്കുക, അതങ്ങ് പഠിച്ചേക്കുക. അതെല്ലാം നമുക്ക് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ഇപ്പൊ ഇരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഈ ഒരു പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് നമ്മൾ ആ ഒരു എക്സസൈസ് ഫുള്ള് ചെയ്ത് പഠിക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. അത് പഠിക്കാത്ത ഏതൊരു കുട്ടിക്ക് വേണമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരുന്നാൽ ഈ ടൈപ്പ് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് റൂള് ശ്രദ്ധിച്ചിരുന്നോണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു മക്കളെ? ക്വസ്റ്റ്യൻ അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റൂള് അപ്ലൈ ചെയ്യുവാണ്. മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പോൾ π/2 മൈനസ് എക്സ്. സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്റെ കൂടെ പറഞ്ഞോ, പഠിച്ചോ. സൈൻ ഓഫ് π/2 മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. സോ ആൻസർ ഇവിടെ എന്ത് വരും? കോസ് ക്യൂബ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൈൻ ക്യൂബ് ഓഫ് π/2 മൈനസ് എക്സ് എന്താ? കോസ് ക്യൂബ് എക്സ്. കോസ് ക്യൂബ് π/2 മൈനസ് എക്സ് എന്താണ്? സൈൻ ക്യൂബ് എക്സ്. ഓക്കെ, അതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുത്തു, അത് സോൾവ് ചെയ്ത് റൂൾ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. ക്ലിയർ ആണല്ലോ? ഇതും ഐ ആണ്, ഇതും ഐ ആണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നോക്കിയോ, 1 + 2 i + i എന്താണ്? 2i. that is 2i equals 0 to π/2 sin cube x plus cos cube x അല്ലേ വരുന്നത്? sin cube x plus cos cube x. ഓക്കെ, ഡിനോമിനേറ്റർ sin cube x plus cos cube x തന്നെയാണ്. അപ്പൊ അത് കൊടുക്കുക. sin cube x plus cos cube x dx. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് അല്ലേ? അപ്പൊ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണ്. സോ ആൻസർ i equals integral 0 to π/2 dx എന്നാണ് വരുന്നത്. സോ 2i equals ഇന്റഗ്രൽ dx ന്റെ ആൻസർ എന്താണ്? x ആണ് അല്ലേ? അപ്പൊ x കൊടുക്കുക. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? 2i equals π/2. ദാറ്റ് ഈസ് i is equal to 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൻസർ എന്തായിരിക്കും? π/4 ആണ്. ദാറ്റ് ഈസ് i is equal to π/4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ -1 to 1 5x raised to 4 root of x raised to 5 plus 1 dx. ഇതിന്റെ മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 2024 മാർച്ച് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ഉള്ള കുറെ വർഷങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് മീൻസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് കണക്ക് കൂട്ടിയേ വേണ്ട, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അല്ലാതെ 5x raised to 4 into root of x raised to 5 plus 1 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ഫൈനൽ ആൻസറിലേക്ക് ഈ -1 അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. 5x raised to 4 into root of x raised to 5 plus 1. ഓക്കെ, ഇത് നോക്കിയ മക്കളെ, ഇവിടെ x raised to 5 വന്നിരിക്കുന്നത് കണ്ടോ? അപ്പോ ഈ x raised to 5ന്റെ ഡെറിവേറ്റീവ് ഒന്ന് പറഞ്ഞേ. x raised to 5ന്റെ ഡെറിവേറ്റീവ് എന്താ? 5x raised to 4 ആണ് അല്ലെ? 5x raised to 4. ഇവിടെ കണ്ടോ 5x raised to 4 വന്നിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ക്വസ്റ്റിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് മെത്തേഡാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? x raised to 5 plus 1 ഇനി നമുക്ക് x raised to 5 മാത്രമായിട്ട് എടുക്കരുത് കേട്ടോ. x raised to 5 plus 1 കൂടി എടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് x raised to
എക്സ് റേസ് ടു 5 പ്ലസ് 1 ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് എന്താണ്? 5x raised to 4 dx എന്ന് പറയുന്നതിന്റെ ആൻസർ dt. ഓക്കെ, ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് റേസ് ടു 5 പ്ലസ് 1 എന്താ മക്കളെ? ടി അല്ലേ? അപ്പോൾ റൂട്ട് ടി എന്ന് വരും. ബാലൻസ് ഇത് കഴിഞ്ഞിട്ട് ബാലൻസ് എന്താണത്? 5x raised to 4 dx അല്ലേ? ഈ 5x raised to 4 dx ന്റെ ആൻസർ എന്താ? dt ആണ്. സോ dt എന്ന് കൊടുത്തു, -1 to 1. ഓക്കെ, സോ റൂട്ട് ടിയുടെ ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് റൂട്ട് ടി നമുക്ക് എങ്ങനെ എഴുതാം? ടി റേസ് ടു 1/2 എന്ന് എഴുതാം. ടി റേസ് ടു 1/2 ഇന്റഗ്രൽസ് എന്താണ്? ടി റേസ് ടു 3/2/3/2 പ്ലസ് സി എന്നാണ്. എന്നിട്ട് നമുക്ക് ലിമിറ്റ് -1 to 1 ആണ്. ലിമിറ്റ് 1 to 1 അല്ലേ? യെസ്, -1 to 1. ഓക്കെ ആണല്ലോ. ഇനി 3/2 ഡിനോമിനേറ്റർ വന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ആൻസർ വരിക? 2/3 തിരിച്ചിടണം കേട്ടോ. 2/3 ടി റേസ് ടു 3/2 -1 to 1 ദാറ്റ് ഈസ് 2/3. ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ടി എന്താണ്? എക്സ് റേസ് ടു 5 പ്ലസ് 1 അല്ലേ? അപ്പോൾ എക്സ് റേസ് ടു 5 പ്ലസ് 1 റേസ് ടു -1 അപ് ടു 1. ഇത് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2/3 എക്സ് റേസ് ടു 5 പ്ലസ് 1 അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ടെസ്റ്റിന് ഒന്നുകൂടെ ഒന്ന് എഴുതാണ്. -1 to 1 ദാറ്റ് ഈസ് 2/3. എക്സ് റേസ് ടു 5 നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 1 റേസ് ടു 5 പ്ലസ് 1 എന്ന് വരും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? മൈനസ്. ആദ്യം എക്സിന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക, മൈനസ് രണ്ടാമത് എന്ത് ഇട്ട് കൊടുക്കുക? ലോവർ ലിമിറ്റ്. അപ്പൊ -1 ദ ഹോൾ റേസ് ടു 5 പ്ലസ് 1 എന്നായിരിക്കും വരുന്നത്. സോ 2/3 1 പ്ലസ് 1 2 ആണ്. -1 റേസ് ടു 5 എത്രയാണ്? -1 -1 പ്ലസ് 1 0. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ്ട് 2. സോ ആൻസർ എന്താണ്? 2 into 2 4/3 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ എന്താണ്? 4/3. ക്ലിയർ ആണോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ വലിയൊരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചാലേ ഞങ്ങൾക്ക് ഇന്റഗ്രൽസ് കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു വിഷമിച്ചിരിക്കേ വേണ്ട. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്തതൊരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ x-1/x-2 into x-3. നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ഇക്വേഷൻ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറയണം നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിനോമിനേറ്റർ 2 ഫാക്ടേഴ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ട ഇന്ന മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഡിനോമിനേറ്റർ 2 ഫാക്ടർ കണ്ടു. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? a by ഫസ്റ്റ് ഫാക്ടർ പ്ലസ് b by സെക്കൻഡ് ഫാക്ടർ. അത് നമ്മൾ നേരത്തെ വലിയൊരു ബോക്സിനകത്ത് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ശരി, അപ്പോൾ x-1, x-2, x-3. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഇവിടെ വന്നിരിക്കുന്നത് x-1 അല്ലേ? ആ x-1 എടുത്തെഴുതുക. ഈക്വൽസ് a by ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് a by x-2 പ്ലസ് b by x-3. ഓക്കെ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ മക്കളെ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്യുന്നത്? a ഇൻറ്റു ഫസ്റ്റ് ഈ ഒരു സെക്കൻഡ് ടേം പ്ലസ് b ഇൻറ്റു ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ a ഇൻറ്റു x-3 പ്ലസ് b ഇൻറ്റു x-2. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയും എഴുതി. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോ. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ x-3 അല്ലേ? -3 ആണെങ്കിൽ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -3 ആണെങ്കിൽ +3. ഇവിടെ നമുക്ക് അടുത്തത്
-2 ആണ് വന്നിരിക്കുന്നത്. -2 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് രണ്ടും ചെയ്തിട്ട് എയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കിയേ, പുട്ട് x is equal to 3. What will you get? x 3 ഇട്ട് കൊടുത്തേ, 3 - 1 is equal to a into 3 - 3 plus b into 3 - 2. That is 2 is equal to a into 0 plus b into 1. That is 2 is equal to b. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടിയില്ലേ? b is equal to എന്താണ്? 2. ഇനി അടുത്ത് നമുക്ക് എന്തിട്ട് കൊടുക്കണം? ഇവിടെ -2 ആയതുകൊണ്ട് +2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ പുട്ട് x is equal to 2. What will you get? x ന് 2 ഇട്ട് കൊടുത്താൽ 2 - 1 is equal to a into 2 - 3 plus b into 2 - 2. അപ്പോൾ എന്താ വരിക? 1 is equal to 2 - 3 -1. So 1 is equal to -a. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? -1. അപ്പോൾ ഇവിടെ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a by x - 2 എന്നല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് a by x - 2 dx പ്ലസ് b by x - 3 dx ഇങ്ങനല്ലേ. അപ്പോൾ ഇനി ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? -1 ഉം 2 ആണ് അല്ലേ. അപ്പോൾ -1 by x - 2 dx പ്ലസ് ബിയുടെ വാല്യൂ എന്താ? b2 ആണ് അല്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് ഇവിടെ -1 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. സോ -1 ഇന്റഗ്രൽ 1 by x - 2 dx. അടുത്തത് നമുക്ക് 2 പുറത്തെടുക്കുക, 1 by x - 3 dx. അപ്പോൾ -1 ഇന്റഗ്രൽ 1 by x - 2 എന്താണ്? ഇങ്ങനെ നമുക്ക് വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണ്, ഇതിന്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇന്റഗ്രൽ 1 by ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ നമ്പേഴ്സ് മാത്രമായിട്ട് വരുവാണെങ്കിൽ അതിന്റെ ആൻസർ ലോഗ് ആണ്. മീൻസ് 1 by x ന്റെ ആൻസർ ലോഗ് x അല്ലേ. അപ്പൊ എക്സിന് പകരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താ? x - 2 x - 3 എന്തായിക്കോട്ടെ, അതിന്റെ ആൻസർ ലോഗ് ആണ് കേട്ടോ. അപ്പൊ ലോഗ് x - 2. അടുത്തതോ ലോഗ് x - 3 പ്ലസ് സി. അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്ട്, ഇവിടെ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതിന്റെ ഇക്വേഷൻ ഇതാണ്, a log m എന്ന് പറയുന്നത് log m raised to a ആണ് കേട്ടോ. a log m എന്ന് പറയുന്നത് log m raised to a. അപ്പൊ നോക്കിയോ, -log x - 2 പ്ലസ്, അപ്പൊ നമുക്ക് ഈ 2 ഇവിടെ പവർ ആയിട്ട് പോകത്തില്ലേ. അപ്പൊ ആൻസർ എന്താ വരും മക്കളെ? ലോഗ് ഓഫ് x - 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് സി എന്ന് വരും. ഇനി അടുത്തത് നോക്കേണ്ട ഇക്വേഷൻ ലോഗ് a മൈനസ് ലോഗ് ബി. ലോഗ് a മൈനസ് ലോഗ് ബി എന്താണ്? ഇക്വേഷൻ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കാം. ലോഗ് a മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ആൻസർ ലോഗ് a by b ആണ്. ലോഗ് ഓഫ് a by b. ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ലോഗ് a മൈനസ് ലോഗ് ബി എന്താ? ലോഗ് ഓഫ് a by b. മൈനസ് ആണെങ്കിൽ ഡിവിഷൻ വരും, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇവിടെ മൈനസ് ആണ് വന്നത്, അതുകൊണ്ടാണ് ഇക്വേഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ലോഗ് x - 3 ദ ഹോൾ സ്ക്വയർ ബൈ x - 2 പ്ലസ് സി ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ ഇക്വേഷൻസ് നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻസ് എന്തായിരുന്നു? താണ്ടെ ഡിനോമിനേറ്ററിൽ നമുക്ക് 2 ഫാക്ടേഴ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 2 ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എ ബി ഫസ്റ്റ് ഫാക്ടർ പ്ലസ് ബി ബൈ സെക്കൻഡ് ഫാക്ടർ ആണ്. അപ്പൊ അതങ്ങോട്ട് നമ്മൾ ചെയ്തതിന് ശേഷം എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചു, എന്നിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലോട്ട് എത്തി. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ വലിയ വലിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ഇപ്പൊ ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ നോക്കിയോ. പ്രൂവ് ദാറ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 0 to π/4 log 1 plus tan x dx. ഇത് നമ്മൾ നേരത്തെ ഈ ഒരു റൂള് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ. എന്താണ്? എക്സിന് പകരം നമ്മൾ എന്ത് വരുന്നു? അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. നേരത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്തതാണ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 0 to π/4 0 to
pi by 4 log 1 plus tan x into dx is equal to pi by 8 log 2. അപ്പോൾ നോക്കിയേ നമ്മളിതാ ഇവിടെ പൈ ബൈ 4 ആണ് അപ്പർ ലിമിറ്റ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പർ ലിമിറ്റ് മൈനസ് എന്താണ്, ഈ ഫംഗ്ഷൻ ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. റൂള് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുന്നത് നോക്കിക്കേ, 0 to pi by 4 log of 1 plus tan x ന് പകരം എന്താ കൊടുക്കേണ്ടത്, പൈ ബൈ 4 മൈനസ് എക്സ്, പൈ ബൈ 4 മൈനസ് എക്സ് dx. ഓക്കെ, അപ്പോൾ നോക്കിയോ, tan of pi by 4 minus x, ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓരോ ഇക്വേഷൻസ് പഠിക്കുന്നത് സെക്കൻഡ് ഇയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ ഫുൾ ഇക്വേഷൻസ് ആക്ച്വലി എന്ത് ചെയ്യണം, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്, യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് tan of x minus y എന്നുള്ള ഇക്വേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ tan of x minus y എന്താ, tan of x minus y is equal to tan x minus tan y divided by 1 plus tan x tan y ആണ്. അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇക്വേഷൻസ് മാത്രം ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. tan of x minus y equals tan x minus tan y divided by 1 plus tan x tan y. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് x എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്, y എന്ന് പറയുന്നത് ഇവിടെ x ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, tan പൈ ബൈ 4 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan പൈ ബൈ 4 ഇൻറ്റു tan x എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ tan പൈ ബൈ 4ന്റെ വാല്യൂ എന്താണ്, 1 അല്ലേ. സോ 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ tan pi by 4 1 ആണ്. സോ ഡിനോമിനേറ്റർ എന്തായിരിക്കും വരിക, 1 plus tan x ആണ്. സോ 1 plus tan x. ക്ലിയർ ആണോ, ഇക്വേഷൻ ക്ലിയർ ആണോ? ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടേം സോൾവ് ചെയ്ത് കിട്ടിയ ആൻസർ ഇതാണ്. സോ അതിന് പകരം എന്ത് കൊടുക്കാം, ഈ ടേമോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും നോക്കിക്കേ, 0 to pi by 4 log of 1 പ്ലസ് നമുക്കിവിടെ എന്താ കിട്ടിയത്, 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x, 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x dx എന്ന് വരും. ഓക്കെ അല്ലേ. ഇനി നമുക്കിത് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 0 to pi by 4 log 1 into 1 plus tan x എന്താണ്, 1 plus tan x, 1 plus tan x plus 1 minus tan x divided by 1 plus tan x. നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ട് മിണ്ടാതെ ഇരിക്കരുത്. ഓരോ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കത് നോക്കാം. നോക്കിയിട്ട് എൻ്റെ കൂടെ തന്നെ ഇതാണ് സ്റ്റെപ്പ് എന്നുള്ളത് പറഞ്ഞു കൂടെ ഇരിക്കാം. അപ്പോൾ തന്നെ നിങ്ങളത് പഠിച്ചു പോകും. നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്താൽ മതി. എൻ്റെ ഒപ്പം ഇരുന്ന് പേന എടുത്ത് വെച്ച് ചെയ്യൊന്നും വേണ്ട, കൂടി ഇരുന്ന് പറയുക. പറഞ്ഞ ശേഷം അത് ബൈഹാർട്ട് ചെയ്തതിന് ശേഷം തനിയെ എന്ത് ചെയ്യുക, ആ ഫുള്ള് സ്റ്റെപ്സ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്താ നോക്കിയോ, 0 to pi by 4 log നോക്കിയേ, tan x പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 by 1 plus tan x കേട്ടോ, 2 by 1 plus tan x dx. അപ്പോൾ നോക്കി ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. 2 by 1 plus tan x dx എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുക. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ എന്താണോ അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. നമ്മൾ റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് അഡീഷൻ ചെയ്ത് നോക്കാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2i is equal to 0 to pi by 4 log നേരത്തെ നമുക്ക് എന്തായിരുന്നു വന്നത്, ഫസ്റ്റ് ഇക്വേഷൻ 1 plus tan x അല്ലേ. ഓക്കെ, 1 plus tan x ആണ് വന്നിട്ടുണ്ടായിരുന്നത്. 1 plus tan x plus log 2 divided by 1 plus tan x.
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ ലോഗ് എ പ്ലസ് ലോഗ് ബി. ഞാൻ പറഞ്ഞു പ്ലസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആ രണ്ട് ടേംസും ചെയ്യേണ്ടതെന്നല്ലേ. അപ്പൊ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താണ്? ലോഗ് ഓഫ് എ ഇൻറ്റു ബി അല്ലേ. അപ്പൊ നമുക്ക് അതിനോട് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ എന്താ വരുന്നത്? 2i is equal to 2i is equal to 0 to pi by 4 log 1 plus tan x, 0 to pi by 4 log 1 plus tan x into 2 by 1 plus tan x, 2 by 1 plus tan x dx. ഓക്കെ, ഞാൻ നോക്കിക്കേ, ഈ 1 plus tan x 1 plus tan x നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അപ്പൊ അതാണ്ട് ക്യാൻസൽ. സോ 2i ഈക്വൽസ് 0 to pi by 4 log 2 dx എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ 2i is equal to log 2 കോൺസ്റ്റന്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കുക. log 2 into 0 to pi by 4 dx എന്താണ്? x അല്ലേ. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ നമുക്ക് pi by 4 ആണ് വരുന്നത് കേട്ടോ. അപ്പൊ pi by 4. അപ്പൊ ഐയുടെ വാല്യൂ എന്താ? 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരിക്കുകയാണ്, ഇവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ ആൻസർ log 2 into pi by 8. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടേണ്ടത് എന്തായിരുന്നു? log 2 into pi by 8 ആണ്. പ്രൂവ് ചെയ്ത് കിട്ടിയില്ലേ. അപ്പൊ അതാ നോക്കിയോ, ഈ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. 0 to pi by 4 log of 1 plus tan x ആണ്. എക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത് pi by 4 മൈനസ് എക്സ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ അത് സോൾവ് ചെയ്ത് കിട്ടിയ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് ക്വസ്റ്റിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻസ് ആയിട്ട് എടുത്തു. രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസിനകത്തുള്ള പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് എല്ലാ വർഷവും ആക്ച്വലി ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. ഏകദേശം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് അത് വരുന്നത്. എന്തായാലും അതിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഷുവർ ആണ്. അതായത് ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, അത് അടുത്ത വർഷത്തെ 2023 സേ ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടീസ് ആണ് യൂസ് ചെയ്യുന്നത്. 2 മാർക്കിന്റെ ആണ് ക്വസ്റ്റ്യൻ. കുറച്ച് സ്റ്റെപ്സ് ഉള്ളത് കൊണ്ട് 2 മാർക്ക്. കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 to 4 മാർക്സ് എന്തായാലും ഷുവർ ആയിട്ടും കിട്ടും. മിനിമം 2 മാർക്സ് മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ആ പ്രോപ്പർട്ടി എന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി, 0 to 1 2x plus 3dx ഇന്റഗ്രൽസിന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. 0 to 1 2x plus 3 എങ്ങനെ ചെയ്യാ? 0 to 1 2x plus 3 dx. ഇവിടെ നമുക്ക് 2 ടേംസ് ഉണ്ട്. 2 ടേംസിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. 0 to 1 2x dx plus 0 to 1 3 dx. അപ്പൊ നമുക്കിവിടെ x dx 0 to 1 plus 3 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കുക. ഓക്കെ, അപ്പൊ നോക്കിയോ, കോൺസ്റ്റൻസിനെ എല്ലാം നമ്മൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ അകത്ത് വരുന്ന ടേംസിന് ഇന്റഗ്രേഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 2 ഇൻറ്റു എക്സിന് ഇന്റഗ്രേഷൻ പറഞ്ഞേ. യെസ്, എക്സ് സ്ക്വയർ ബൈ 2 0 to 1 പ്ലസ് ഇന്റഗ്രൽ ഡി എക്സ് എത്രയാണ്? എക്സ് 0 to 1 2 ക്യാൻസൽ ആയി പോയി. എക്സ് സ്ക്വയർ നമ്മൾ ഇന്റഗ്രൽ ലിമിറ്റ് അപ്ലൈ ചെയ്തേ. എക്സ് സ്ക്വയറിനകത്ത് 1 ഇട്ട് കൊടുത്താൽ 1 ആണ് ആൻസർ. സോ 1 plus 3 into 1 വരും. ആൻസർ എത്രയാണ്? 4 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 1 by x square plus 2x plus 2 ആണ്. ഇത് നമ്മൾ ബൈ പാർട്സിനകത്ത് വരുന്ന ഒരു കേസാണ്. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. x square plus 2x plus 2 അല്ലേ? x square plus 2x plus 2 dx. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനെ 2 ടേംസ് ആയിട്ട് നമ്മൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത് a plus b the whole square വരാം, a minus b the whole square വരാം. അങ്ങനെ ഒരു ടേംസ് ആയിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് 2x അല്ലേ? 2x എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എത്ര വന്നിരിക്കുന്നത്? 2 ആണ് അല്ലേ? അപ്പൊ അതിന്റെ പകുതി നിങ്ങൾ എടുക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതിന്റെ പകുതി എത്രയാണ്? 1. ആ കോഎഫിഷ്യന്റ് സ്ക്വയർ എടുക്കുക. 1ന്റെ സ്ക്വയർ 1 തന്നെയാണ് അല്ലേ? അപ്പൊ അത് അവിടെ അഡീഷൻ ആയിട്ട് കൊടുക്കണേ. പക്ഷെ നമുക്ക് ഇവിടെ അത് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 2 ഉണ്ട്. ഈ 2നെ നമുക്ക് 1 + 1 എന്ന് എഴുതിയാൽ പോരെ. അപ്പൊ അവിടെ നമുക്ക് 1 കിട്ടത്തില്ലേ? ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ 1 by x square plus 2x, 2ന് പകരം നമ്മൾ 1 + 1 എന്ന് എഴുതി. മനസ്സിലായോ? 1 + 1 എന്ന് എഴുതി.
ഇതാ നോക്കിക്കേ, x² + 2x + 1 എന്ന് പറയുന്നത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? x + 1 the whole square ആണ് അല്ലേ? അപ്പൊ അതാ നോക്കിയോ, 1/x + 1 the whole square plus 1² ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 1/x² + a², 1/x² + a² എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ 1/x² + a² എന്ന് പറയുന്നത് 1/a tan inverse x/a ആണ് അല്ലേ? നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ്. ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇന്റഗ്രൽ 1/x² + a² dx എന്ന് പറയുന്നതിന്റെ ആൻസർ 1/a tan inverse x/a + c ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്തായിട്ട് വരും? 1/a എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, 1 tan inverse x എന്താ മക്കളെ ഇവിടെ? x + 1 ആണ് അല്ലേ? by a + c. okay, so answer tan inverse x + 1 + c ആണ്. tan inverse x + 1 + c. ഇതിനകത്ത് നമ്മൾ ആകെ കൂടി ചെയ്തത് ഈ 2 എന്ന ഡിജിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് 1 + 1 എന്ന് എഴുതിയിരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് ഇത്രയും ഇക്വേഷൻസിന്റെ എക്സ്പാൻഷൻ, ഷോർട്ട് ഫോം എന്തായിരുന്നു? x + 1 the whole square ആണ്. അപ്പൊ അത് എന്തിനായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്തത്? ഈ ഒരു ഇക്വേഷൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1/x² + a² എന്ന് പറഞ്ഞാൽ 1/a tan inverse x/a + c. അപ്പൊ അതിന്റെ ആൻസർ ആണ് നമ്മൾ ഫൈനൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. tan inverse x + 1 + c ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഏകദേശം നമുക്ക് ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻസ് കണ്ട് തന്നെ അങ്ങ് സെറ്റ് ആവും. അപ്പൊ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അവിടെ കിട്ടിക്കഴിഞ്ഞാലും ഡ്രോപ്പ് ആവാണ്ട് ഒരു 3-4 ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ 2 ക്വസ്റ്റ്യൻ എങ്കിലും എക്സാമിന് എഴുതുമല്ലോ. അത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കിയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 0 to π/2 √ cos x √ cos x + √sin x ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? π/2 - x ചെയ്താൽ പോരെ? അപ്പർ ലിമിറ്റ് മൈനസ് ദാറ്റ് ഫംഗ്ഷൻ അല്ലേ? അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. 0 to π/2 cos x cos x + sin x. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? തന്നിരിക്കുന്ന ഇക്വേഷൻ ക്വസ്റ്റ്യൻ എന്തായിട്ട് എടുക്കുക? ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോവാണ്. 0 to π/2 √ cos x പകരം എന്താ വരുന്നത്? π/2 - x. 2 ക്വസ്റ്റ്യൻ ഏകദേശം നിങ്ങൾ ചെയ്തതല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് സ്റ്റെപ്സ് പറയാൻ പറ്റും. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നോക്കിയോ, π/2 - x ഡിവൈഡഡ് ബൈ √ cos π/2 - x plus sin π/2 - x dx. cos π/2 - x എന്തായിരുന്നു? sin x അല്ലേ? sin π/2 - x എന്താണ്? cos x ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 to π/2 √sin x by √sin x plus √cos x dx. ഓക്കെ, ഇതിനെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? 1 + 2 ആണ് അല്ലെ? ആൻസർ എന്ത് വരും? I + I is 2i. that is 0 to π/2 sin x cos x കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് √sin x plus √cos x ആണ്, ഡിവൈഡഡ് ബൈ √sin x plus √cos x dx. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഈക്വൽ ആയി അല്ലേ? അപ്പൊ അത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് dx അല്ലേ കിട്ടുക. ദാറ്റ് ഈസ് 2i = π/2 എന്ന് വരും. ദാറ്റ് ഈസ് I = എന്താ മക്കളെ? 2 താഴെ വരുമ്പോഴത്തേക്കും π/4 ആയിരിക്കും. ഏകദേശം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് എല്ലാം തന്നെ ഒരു π/4 π/8 അങ്ങനത്തെ ആൻസർ തന്നെ ആയിരിക്കും എല്ലാ ക്വസ്റ്റിനകത്തും വരുന്നത് കേട്ടോ. അപ്പൊ അത് അങ്ങനെ തന്നെയാണോ കിട്ടുന്നതെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 2-3 ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ മസ്റ്റ് ആയിട്ടും ചെയ്യുമ്പോൾ അത് എൻ്റെ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ പ്രോബ്ലംസ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യരുത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എക്സാമിന് വരും എന്ന് തന്നെ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ പഠിച്ചോ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഇന്റഗ്രൽ 1/x² മൈനസ് a² dx. നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് കുറേ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ മിസ് എന്താ പറഞ്ഞത്? ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന്റെ മാർക്ക് ശ്രദ്ധിച്ചു, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാനായിട്ട് പറ്റില്ല. സോ നോക്കിക്കേ, ഇന്റഗ്രൽ 1/x² മൈനസ് a² dx ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്റഗ്രൽ 1/x² minus a² dx. Answer 1/2a log x minus a divided by x plus a plus z ആണ്. അപ്പോ ഇന്റഗ്രൽ 1/x² മൈനസ് a² dx ന്റെ ആൻസർ എന്താണ്? 1/2a log x minus a divided by x plus a plus c. സോ നമുക്ക് ഇവിടെ x² മൈനസ് a² ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഡിനോമിനേറ്റർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എന്താക്കി മാറ്റണം? ഈ ഒരു x² മൈനസ് a² എന്ന രീതിയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ മാറ്റി ഇതിലോട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്ലസ് 4x മൈനസ് 5 ആണ് അല്ലേ? x² പ്ലസ് 4x മൈനസ് 5 dx. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടേംസ് ആയിട്ട് മാറ്റാന്നുള്ളത്. അപ്പോ ഈ -5 എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ നോക്കിയേ, 4 ആണ് എക്സിന്റെ കോയിഫിഷ്യന്റ്, അതിന്റെ പകുതി എടുത്തേ 2 ആണ് അല്ലെ? അതിന്റെ തന്നെ സ്ക്വയർ വരുവേ. അപ്പൊ സ്ക്വയർ വരുമ്പോഴത്തേക്കും ആൻസർ എന്താണ്? 4 ആണ് വരിക. അപ്പൊ -5 ആണ് വരുന്നതെങ്കിൽ ആൻസർ നമുക്ക് +4 - 9 എന്ന് എഴുതിക്കൂടെ? ഇവിടെ നമുക്ക് എന്തായാലും 4 ആണ് വരിക. മീൻസ് എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ 4 ആണ്, അതിന്റെ പകുതി 2, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുക. അത് ഇവിടെ എഴുതി. അപ്പോൾ -5 കിട്ടണമെങ്കിൽ -9 + 4 ചെയ്താൽ പോരെ? അപ്പോൾ -5 കിട്ടും അല്ലെ? അപ്പോൾ ഇതിന്റെ x² + 4x + 4ന്റെ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? x + 2² ആണ് വരുന്നത് അല്ലെ? അപ്പോൾ നോക്കിയോ, 1/x + 2² 9 പകരം നമുക്ക് 3² എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോ 1/x² മൈനസ് a² എന്താണ്? 1/2a. ദാറ്റ് ഇസ് 1/2 × 3 log x മൈനസ് a അല്ലേ? x എന്താ ഇവിടെ? x + 2 മൈനസ് a മീൻസ് 3. അത് കഴിഞ്ഞിട്ട് x + a അല്ലേ? അപ്പൊ ഫൈനൽ ആൻസർ എന്ത് വരും? 1/6 log x minus 1 by x plus 5 plus c. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ 1/6 log x minus 1 by x plus 5 plus a. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്തത്? 1/x² minus a². x² minus a² എന്ന് പറഞ്ഞാൽ 1/2a log x minus a by x plus a. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 2x/1 + x² ആണ്. 2x ഇതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ഒരു തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ സ്പീഡിലൊന്ന് ഓട്ടിച്ച് പറയുകയാണേ. നോക്കിയോ, 2x/1 + x² ആണ് അല്ലേ? 2x/1 + x² dx ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് 1 + x² എന്ത് കൊടുക്കുക? t എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. 1 + x² = t ആണെങ്കിൽ രണ്ട് സൈഡും ഡെറിവേറ്റീവ് എന്ന് ചെയ്തേ. x² ഡെറിവേറ്റീവ് എന്താണ്? യെസ്, 2x dx = dt. 2x dx ക്വസ്റ്റിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ 2x dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 1/1 + x² t ആണ്. അപ്പൊ 1/t dt എന്ന് വരും. ഇന്റഗ്രൽ 1/t യുടെ ആൻസർ 1/x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? log x അല്ലേ? അപ്പൊ ആൻസർ log t എന്ന് വരും. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ. t ക്ക് പകരം എന്ത് കൊടുക്കാം? log of 1 + x² + z എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അതിനിപ്പോ ഞാൻ ചെയ്യുന്നില്ല. 0 to a √x divided by √x plus a minus x ആണ്. √x വന്നു, 0 to a വന്നു. നിങ്ങൾ ഏത് റൂൾ അവിടെ അപ്ലൈ ചെയ്യും? ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യില്ലേ? എന്താണ്? എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? a minus x എന്ന് കൊടുക്കുക അല്ലെ? a minus x ജസ്റ്റ് സ്റ്റെപ്പ് മാത്രം ഞാൻ ഇവിടെ നിന്ന് എഴുതി കാണിച്ചേക്കാം. a minus x എന്ന് വരും, ഡിവൈഡഡ് ബൈ √a minus x പ്ലസ് √a minus x ന് പകരമാണ് a minus x. അപ്പൊ എന്താ വരുന്നത്? √a minus x by √a minus x പ്ലസ് √x എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ √a minus x √x കണ്ടോ? a minus x √x വന്നു.
ഇത് രണ്ടും ഈ റൂട്ട് എക്സും ഇതുകൂടെ കൂട്ടുമ്പോഴോ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ്, അത് തന്നെയല്ലേ നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ ആൻസർ എന്ത് തന്നെ ആയിരിക്കും വരുന്നത്? 0 to a dx ആണ് അല്ലെ. അപ്പൊ ആൻസർ എ ആണ് അവിടെ വരുന്നത്. അപ്പൊ 2i ഈക്വൽസ് എ എന്ന് വരും. സോ ഫൈനൽ ആൻസർ a/2 കേട്ടോ. a/2 തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ബ്രീഫ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ അത് ചെയ്തിട്ട് ഫൈനൽ ആൻസർ a/2 കിട്ടുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് നോക്കിയോ, 1/x² minus 6x plus 13. അതൊന്ന് ചെയ്ത് നോക്കാം. x² minus 6x plus 13. x² minus 6x plus 13 dx ആണ് അല്ലേ. അപ്പൊ നോക്കിക്കോ, ഇന്റഗ്രൽ 1/x² minus 6x. എക്സിന്റെ കോയിഫിഷ്യന്റ് ഇവിടെ വന്നിരിക്കുന്നത് 6 ആണ്. 6ന്റെ പകുതി എടുത്തേ, 6ന്റെ പകുതി 3 ആണ് അല്ലെ. 3യുടെ സ്ക്വയർ എത്ര? 9 ആണ് അല്ലെ. അപ്പൊ 9 കൊടുക്കുക. 9ന്റെ കൂടെ എത്ര അഡീഷൻ ചെയ്താൽ നമുക്ക് 13 കിട്ടും? 4 അല്ലെ. അപ്പൊ കിട്ടിയല്ലോ. x² minus 6x plus 9 പകരം എന്ത് കൊടുക്കാം? യെസ്, x minus 3 the whole square. ഓക്കെ, x minus 3 the whole square. 4ന് പകരം നമുക്ക് 2² എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷനാ വന്നേ? 1/x² plus a² അല്ലേ. 1/x² plus a² എന്താണ്? 1/a tan inverse x/a ആണ് കേട്ടോ. കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് കൊണ്ടാണ് ആ ഇക്വേഷൻ അവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് അന്നേരേ പറഞ്ഞത്. അപ്പൊ നോക്കിയോ, 1/a means 1/2 tan inverse x/a plus c. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 1/2 tan inverse x minus 3/2 plus c. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ റൂള് പഠിച്ചാൽ പോരെ. ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ രണ്ട് ക്വസ്റ്റ്യനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഒന്ന് പറയാം, x/x plus 1 into x plus 2 അല്ലേ. അപ്പൊ രണ്ട് ഫാക്ടേഴ്സ് വന്നു. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അത് മാത്രം ഞാനൊന്ന് എഴുതാം. സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്തോണേ. അപ്പൊ അതാണ്ട് a by എന്ത് വരും? x plus 1 plus b by x plus 2 equals x എന്ന് വരും കേട്ടോ. ഈക്വൽസ് x എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എയുടെ വാല്യൂ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇത്രയും ടേംസ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മുടെ അതിന്റെ ആൻസർ ആയി. ഓക്കെ ആണല്ലോ? എത്ര മാർക്ക് മക്കളെ? 3 മാർക്കാണ് കേട്ടോ. 3 6 മാർക്കിനാണ് ആ ഒരു വർഷം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വീണ്ടും നമ്മൾ ചെയ്ത അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയോ, എക്സിനകത്ത് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം പറഞ്ഞേ? യെസ്, π/2 മൈനസ് എക്സ് എന്ന് വരും അല്ലെ. ആ സ്റ്റെപ്പ് മാത്രം ഞാൻ എഴുതിയേക്കാം. ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് sin⁴ π/2 മൈനസ് എക്സ്. താഴെ എന്ത് വരും? sin⁴ π/2 minus x plus cos⁴ π/2 minus x. π/2 minus x വന്നാൽ സൈൻ ആണെങ്കിൽ കോസ് വരും, കോസ് ആണെന്നുണ്ടെങ്കിൽ സൈൻ വരും. അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? cos⁴x plus sin⁴x. ഇത് രണ്ടോട് അഡീഷൻ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ sin⁴x plus cos⁴x ആവത്തില്ലേ. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയി കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അവിടെ x ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ ലിമിറ്റ് ഇവിടെ π/2 ആണ് അല്ലെ. അപ്പൊ π/2 ആണ് ആൻസർ ആയിട്ട് വരിക. ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റിനകത്തും അപ്പർ ലിമിറ്റ് എന്താണോ അപ്പർ ലിമിറ്റ് തന്നെയായിരിക്കും ആൻസർ. പക്ഷെ നമുക്കിവിടെ 2i വരുന്നത് കൊണ്ട് i is equal to π/2 എന്ന് വരും. അപ്പോൾ π/4 ആയിരിക്കും ആൻസർ. ഞാൻ പറഞ്ഞു π/4 തന്നെ ആയിരിക്കും ഏകദേശം മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റെപ്സ് ചെയ്തോടെ ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇനി ഇതിന്റെ ആൻസർ തപ്പി പോകണ്ട എന്ന് വിചാരിച്ച സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കളയല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, x² plus 1 ആണ്. x² plus 1 എങ്ങനെ മക്കളെ ചെയ്യുന്നത്? ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 2021 സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ ഡിനോമിനേറ്ററിൽ നമുക്ക് ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? ഡിനോമിനേറ്ററിൽ 1 വന്നിട്ടുണ്ടെങ്കിൽ മുകളിലും ആ സെയിം നമ്പർ അഡീഷൻ ചെയ്യുക, മൈനസ് ചെയ്യുക. റൂള് മനസ്സിലാക്കി വെച്ചോടെ. അപ്പൊ അതാണ്ട് ഇതിന്റെ സ്റ്റെപ്സ് ഇതാണ്. ഇന്റഗ്രൽ x² plus 1 minus 1 divided by x² plus 1 dx. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. x square plus 1 by x square plus 1 minus 1 by x square plus 1 dx. ഓക്കെ ആണോ? അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇവിടെ സെയിം ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അതിന്റെ ആൻസർ പറഞ്ഞേ. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്താ? യെസ്, ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇനി നിങ്ങൾ ആൻസർ പറയാണ്ടിരിക്കല്ലേ, നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് എക്സ് പടപെടാന്ന് ഉത്തരം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുക. ഇന്റഗ്രൽ ഡി എക്സ് എന്താ? യെസ്, എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ഇതേ ഒരു സംഭവത്തിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയണ്ടല്ലോ, ആൻസർ നിങ്ങൾ തന്നെ പറഞ്ഞേ. യെസ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് ആണ്. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റെപ്പ് വേണേ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് നിങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് എഴുതിക്കോ. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതുക. ഓക്കെ, സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് എഴുതുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിന്റെ എന്താണ് വന്നിരിക്കുന്നത്? സീക്ക് സ്ക്വയർ എക്സ് ആണ് അല്ലേ? സീക്ക് സ്ക്വയർ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂള് പ്രോപ്പർട്ടി എടുത്ത് എഴുതുക. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ് ഇസ് ഫൈനൽ ആൻസർ ഇസ് ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സി ആണ്. സോ ഫൈനൽ ആൻസർ എന്താ മക്കളെ? ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് ഡി എക്സ് ആണ് അല്ലെ? സീക്ക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് ഡി എക്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ റൂളാണ്. ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഉണ്ട്. ഏതെങ്കിലും ഒരു ടേമിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും അടുത്ത ടേം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, ടാൻ എക്സ് ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അപ്പോൾ ഡെറിവേറ്റീവ് എന്തിനാണോ വരുന്നത് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങ് കൊടുക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ടാൻ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തേ ടി കൊടുത്തു. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് കേട്ടോ. ഇപ്പൊ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ഡി ടി എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തേ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണ്? ഡി ടി ആണ്. റൂട്ട് ടി. ഓക്കെ, സോ റൂട്ട് 1 ബൈ റൂട്ട് ടി എന്ന് പറയുന്നത് ടി റേസ് ടു മൈനസ് 1 ബൈ 2 ആണ്. ടി റേസ് ടു മൈനസ് 1 ബൈ 2 ഡി ടി. ടി റേസ് ടു മൈനസ് 1 ബൈ 2ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 1 ബൈ 2 ആണ്. ഇങ്ങനത്തെ ടേംസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ടി റേസ് ടു മൈനസ് 1 ബൈ റൂട്ട് ടി മീൻസ് ടി റേസ് ടു മൈനസ് 1 ബൈ 2 ആണെന്നുള്ളതും മൈനസ് 1 ബൈ 2 വന്നാൽ അതിന്റെ ഇന്റഗ്രേഷൻ ടി റേസ് ടു 3 ബൈ 2 ആണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഫൈനൽ ആൻസർ എന്താണ്? 2 ബൈ 3 ഇൻറ്റു ടി എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തത്? ടാൻ എക്സ് അല്ലേ? ടാൻ എക്സ് റേസ് ടു 3 ബൈ 2 പ്ലസ് സി. ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 ഡി എക്സ് ചെയ്യണ്ടല്ലോ. നമ്മൾ മുന്നത്തെ വർഷത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ കണ്ടതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? 2024 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതാണ്. റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. അതിന് 2 മാർക്ക്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡി എക്സ് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. 4 മാർക്കാണ് അതിന്. ഓക്കെ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതൊന്നും ഞാൻ ചെയ്യണ്ട, നിങ്ങൾ തന്നെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. അത് ചെയ്താൽ നോക്കിയേ. സൈൻ എക്സ് ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് ടേമിന് കൊടുക്കും എന്നുള്ളതാണ്. സൈൻ എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്ത് നോക്കിയേ. സൈൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് എവിടെയെങ്കിലും ടേം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനായിരിക്കണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് എക്സിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അപ്പോൾ സോ കോസ് എക്സ് is equal to t. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആൻസർ എന്താ വരിക? മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ആണ് അല്ലെ? പക്ഷെ ക്വസ്റ്റിനകത്ത് എന്തില്ല മക്കളെ? മൈനസ് ഇല്ല. അപ്പൊ ഇല്ലാത്തത് എന്ത് ചെയ്യുക? ഇട്ട് കൊടുക്കുക അല്ലെ? മൈനസ് ഇട്ട് കൊടുത്തു, പുറത്തും ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ്
ഇൻറ്റു സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്, ദാറ്റ് ഈസ് മൈനസ് ഇട്ടു. നമുക്ക് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സൈൻ ഓഫ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. ഇനി സൈൻ ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു കൊടുത്തിരുന്നത്? ടി ആണ് അല്ലേ? സോ സൈൻ ടി മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡി ടി ആണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ ടി എന്ന് പറയുന്നതിന്റെ ആൻസർ എന്താ? സൈൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. ദാറ്റ് ഈസ് മൈനസ് കോസ് ടി എന്ന് വരും. മൈനസും മൈനസും പോസിറ്റീവായി. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് കോസ് ഓഫ് ടി എന്താണ്? കോസ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ കാര്യമേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? എളുപ്പമാണ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇന്റഗ്രൽസ് വലിയ പാടുള്ള ചാപ്റ്ററേ അല്ല. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 0 to 1 tan inverse x divided by 1 plus x square ആണ്. ഇവിടെ നമുക്ക് tan inverse x നമ്മൾ നേരത്തെ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, sin inverse x ന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? sin inverse x വന്നപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square ആണ്. ഇവിടെ നോക്കിയേ, tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by 1 plus x square. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയേ. tan inverse x divided by 1 plus x square dx ആണ്. ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 0 to 1. 0 to 1. ഓക്കെ, ടാൻ ഇൻവേഴ്സ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തപ്പോൾ നമുക്ക് ടി എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് എക്സ് ഡെറിവേറ്റീവ് എന്താണ്? യെസ്, 1 by 1 plus x square dx is equal to dt. ഓക്കെ, സോ 0 to 1 tan x t ആണ് ആൻസർ, t dt. സോ ഇന്റഗ്രൽ t എന്ന് പറയുന്നത് t square by 2. t square by 2 plus c. അപ്പൊ t എന്ന് പറയുന്നത് ഇവിടെ tan inverse x അല്ലേ? tan inverse x the whole square by 2 plus c. So tan inverse x നമുക്ക് x എന്ത് ഇട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. So tan inverse 1 the whole square minus tan inverse 0 the whole square എന്ന് വരും. അപ്പോൾ 1 by 2 tan inverse 1. tan inverse 1 മീൻസ് tan inverse 5 by 4 ആണ്. അപ്പോൾ 5 by 4 വരും അല്ലേ? അപ്പോൾ 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. tan inverse 0 എന്ന് പറയുന്നത് 0 ആണ്. സോ അപ്പോൾ ഇവിടെ നോക്കിക്കേ, tan inverse 1 എന്ന് പറയുന്നത് 0 ആണ്, tan inverse 0 എന്ന് പറയുന്നതും 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ 1 by 2 into 0 എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസർ എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് പോയിന്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0 to pi by 2 cos 2x dx. കോസിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? യെസ്, sin 2x by 2 ആണ്. അപ്പൊ 1 by 2 into sin 2 into ആ pi by 2 അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്യേണ്ട ആവശ്യമില്ല, 2 മാർക്കാണ് ചെയ്തോളുക. ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടിരിക്കാൻ ഞാൻ. sin 2x by 2 എന്ന് വരും അല്ലെ? sin 2x by 2 ആണ്. 0 to pi by 2. That is 1 by 2 into sin 2 into pi by 2 minus sin 0. 1 by 2 into sin pi minus sin 0 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 1 by 2 into sin pi minus sin 0 എത്രയാണ്? 0 ആണ്. sin pi എന്ന് പറയുന്നതും 0 ആണ് കേട്ടോ. അപ്പോൾ ആൻസർ വരുന്നത് 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, 1 by 2 into 0. നെക്സ്റ്റ് നോക്കിക്കേ, നമുക്ക് 3 ടേംസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് വരും? a by ഫസ്റ്റ് ടേം പ്ലസ് b by സെക്കൻഡ് ടേം പ്ലസ് c by തേർഡ് ടേം. ചെയ്യേണ്ട ആവശ്യമില്ല, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തോളുക. അടുത്ത നോക്കിയോ, e raised to x into sin x. അപ്പൊ അവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ശ്രദ്ധിച്ചേ, e raised to x into sin x ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ? e raised to x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മളിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഐ ലേറ്റ് എന്നുള്ളതാണ് കേട്ടോ. ഐ
late. എന്താണ് iLate എന്ന് പറയുന്നത്? I means inverse, L means logarithmic, A എന്ന് പറയുന്നത് algebraic expressions, അതേപോലെ തന്നെ T എന്ന് പറയുന്നത് trigonometric functions, E exponential functions. ഓക്കെ, അപ്പൊ ഇത് ഓർഡറിലായിരിക്കണം നമുക്ക് ഇവിടെ ടേംസ് വരേണ്ടത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയിരിക്കണം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഫസ്റ്റ് അല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ എന്തായിരിക്കും വരിക? sin x into e raised to x dx. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് i ആണ്. ഇനി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽസ് ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ മൈനസ് ഇട്ടിട്ട് ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. ഇന്റഗ്രൽ d by dx ഓഫ് ഡെറിവേറ്റീവ് ഓഫ് first term, derivative of second term into integrals of second term, bracket കൊടുക്കുക, derivative of dx കൊടുക്കുക. ഇനി നോക്കിയേ, sin x e raised to x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? e raised to x ആണ്. മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താണ്? കോസ് എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ്, ഈ വീണ്ടും നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ മൈനസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കണേ, ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ആയി പോകും. അപ്പോൾ ഇന്റഗ്രൽ എന്താണ്? കോസ് എക്സ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം. ഓക്കെ, ആ ഒരു റൂള് നിങ്ങൾ പഠിച്ചു വെക്കണേ. ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം. അത് അപ്ലൈ ചെയ്യാനായിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇതാ നോക്കിക്കോ, ഇക്വേഷൻസ് വരുന്നത് ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് cos x into e raised to x മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ. അപ്പൊ മൈനസ് സൈൻ എക്സ് കൊടുക്കുക, മൈനസ് ഇന്റഗ്രൽ മൈനസ് സൈൻ എക്സ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. അപ്പൊ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് മൈനസ്, ഈ മൈനസ് നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, പ്ലസ് ആകും. ഇന്റഗ്രൽ സൈൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് നമ്മുടെ ഐ അല്ലേ, അപ്പൊ അതിന് പകരം നമുക്ക് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം കേട്ടോ. പ്ലസ് ഐ ഇസ് ഈക്വൽ ടു അടുത്ത ഐ തന്നെയാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് പ്ലസ് മൈനസ് ഐ ഇസ് ഈക്വൽ ടു ഐ എന്ന് വരും. ഈ രണ്ട് ടേംസിനകത്ത് നമുക്ക് ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇ റേസ് ടു എക്സ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് ഐ അപ്പുറത്തേക്ക് വരുമ്പോൾ ഐ പ്ലസ് ഐ 2i എന്ന് വരും. അപ്പോൾ ഈ 2 എന്നുള്ളത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? ഇ റേസ് ടു എക്സ് ബൈ 2 സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ഐ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഐ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? ഇ റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പം നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അപ്പോൾ അതിൻ്റെ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അടുത്ത് നോക്കിയേ, മാർച്ച് 2019 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 0 to π/2 സൈൻ എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ് ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, 0 to π/2 ആവുമ്പോൾ ഈ π/2 എന്നുള്ളത് എങ്ങനെയാണ് വരുന്നത്? സൈൻ ഓഫ് എക്സിന് പകരം നമ്മൾ π/2 മൈനസ് എക്സ് എന്ന് വരും. താഴെയോ സൈൻ ഓഫ് π/2 മൈനസ് എക്സ്, അതേപോലെ തന്നെ കോസ് ഓഫ് π/2 മൈനസ് എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂള് സെക്കൻഡ് ചെയ്ത് കിട്ടുന്നത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നു. രണ്ടും കൂടെ അഡീഷൻ ചെയ്യുന്നു. ഒരു ആൻസർ വരെ നിങ്ങൾക്ക് അറിയാം π/2 ആണെന്നുള്ളത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മൈനസ് π/2 to π/2 സൈൻ റേസ് ടു 7x dx. സൈൻ റേസ് ടു 7x dx എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഓഡ് ഫംഗ്ഷൻ വന്നാൽ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? ആൻസർ 0 ആയിരിക്കും. മീൻസ് ലിമിറ്റ്
-a to a ഏതെങ്കിലും ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് വരുന്നതെങ്കിൽ ആൻസർ വിൽ ബി 0. അപ്പൊ അത് ആ ഒരു റൂളാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 മാർക്ക് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുത്ത് എഴുതുക. ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇതിന്റെ ലിമിറ്റ് 0 ആയിട്ട് വരുന്നത് എന്നുള്ളത്. അടുത്ത നോക്കിയേ, x ഇൻറ്റു സൈൻ 3x dx. ഇവിടെ എന്താണ്, പ്രോഡക്റ്റ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പൊ അതും ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതാണ്. ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോവാം. വർക്കൗട്ട് ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടേം ആണ്. സൈൻ 3x എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആയിട്ട് എടുക്കുക. എന്നിട്ട് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എന്താണ് പ്രോഡക്റ്റ് റൂള്? ആ പ്രോഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞേ. പ്രോഡക്റ്റ് റൂൾ എന്താണ്? ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് ടേം അല്ലേ. അപ്പൊ ആ ഒരു റൂള് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലേ? 3 ക്വസ്റ്റ്യനും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് കണ്ടോ, ഇന്റഗ്രൽ 1 to 2 x by x plus 1 into x plus 2 ആണ്. അവിടെയും a by b പ്ലസ് b by സെക്കൻഡ് ടേം ആണ് വരുന്നത്. അടുത്തതിനകത്തും എക്സിന് പകരം നമ്മൾ പൈ മൈനസ് എക്സ്, എക്സിന് പകരം പൈ മൈനസ് എക്സ് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ ഇന്റഗ്രേഷനകത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള എല്ലാ ടോപ്പിക്സും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 90% കവർ ചെയ്ത് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കിയാൽ മതി കേട്ടോ. കാരണം അതിനകത്ത് വരുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ ഇതിനകത്ത് പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ക്ലാസ് നിങ്ങൾ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്റഗ്രൽസിന്റെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കും. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് തന്നെ നോക്കുക. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇക്വേഷനകത്ത് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ് ഫുള്ള് നിങ്ങൾ തനിയെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ തനിയെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തനിയെ ചെയ്യും. ആദ്യമേ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞതാണ്. പ്രോപ്പർട്ടീസും റൂൾസും ഇക്വേഷൻസും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്റഗ്രൽസ് നിങ്ങളുടെ കയ്യിൽ സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്റഗ്രൽസ് ഫുള്ള് നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റട്ടെ. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.